ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇതിന്റെ മുകളിൽ അടിക്കണല്ലോ. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുള്ളായി ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല. ഞാന് വളരെ പണ്ട് ഒബ്സർവേഷൻ കേട്ടോ. ഞാനും ധർമ്മനൊക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലബ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ വേണ്ടിയിട്ടില്ല. നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ വേണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരിക്കുന്ന സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാൾ കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എന്റെ തലയിൽ ഏതോ ഞെരമ്പിൽ കൂടെ ഒക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മൂലാല് പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം തിരിയണ്ടേ? എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നട സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയുന്ന തമാശയും ബാക്കിയുള്ളവർ പറയുന്ന തമാശകളെ നമ്മൾ ആസ്വദിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഇരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സെഷൻ പോലെയാണല്ലോ. പിന്നെ നമ്മള് ഈ പറയുന്ന നമുക്ക് പരിചയമുള്ള ഇതിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ തമാശയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, നമ്മൾ പറയുന്നതിനെ പേഴ്സണലി എടുക്കുക, സീരിയസ് ആയിട്ട് എടുക്കുക എന്നൊക്കെയുള്ള കാര്യം കൊണ്ട് ഞാൻ തലയിൽ ഒരു സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. പണ്ട് ഇത് ഞാനോ ധർമ്മനോ ഒക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് നമുക്ക് ഈ കുഴപ്പമില്ല. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ എന്റെ രാഷ്ട്രീയമൊക്കെ തുറന്നു പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന സാധനത്തിന്റെ ഏതെങ്കിലും ഒരു വാക്കോ അറ്റോ മൂലയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ഹെഡിങ് ആക്കി മറ്റൊരു സാധനമാക്കി മാറ്റപ്പെടുമെന്നൊരു ഭയം ഉള്ളതുകൊണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായിരിക്കും, അല്ലാതെ അടുത്തത് ആർക്കിട്ട് എന്തടിക്കാന്ന് എനിക്ക് തമാശ പറയുന്നതിന് പ്രതിഫലമായി പണം കിട്ടി ശീലിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പറയുമ്പോൾ എനിക്ക് അതാ കൗണ്ട്. അത് പറഞ്ഞാൽ ഞാൻ എന്റെ കുടുംബം നോക്കിയത്. അപ്പൊ ഞാൻ കൂട്ടത്തിൽ ഒന്ന് വെറുതെ ഇരുന്ന് പറയുമ്പോ ആലോചിച്ച് നല്ലൊരു കൗണ്ടർ അടിക്കണം എന്നൊന്നും ഒരു പിണ്ണാക്കും ആലോചിക്കുന്നില്ല. ഉണ്ടാക്കിയൊരു സാധനം ഇപ്പൊ ആലോചിച്ചിട്ട് കിട്ടിയതാ. ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. സാർ നീ തന്നെ രാജാവ്. എടാ നമ്മൾ ഒറ്റ കെട്ട കേട്ടോ, നമ്മളൊരൊറ്റ കെട്ട, ഞാനും നീയും. നമുക്ക് ഒന്നിച്ച് ഒരൊറ്റ ശത്രുവുള്ളൂ ഇനി ഇവിടെ. ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നവരുമായിട്ടുള്ള കൂട്ട് നമ്മൾ എന്നോട് അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്കില്ല, ഇതില്ല. ഈ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. വരൂ നമുക്ക് പോയി എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കാണ ക്ലീനാക്കാൻ പോവാം. വരുന്നുണ്ടോ? പണ്ട് NSSന്റെ ഗാനം ക്ലീനാക്കിയിട്ട് പോകാനാ. നമുക്ക് ഇപ്പൊ പോയി ചെയ്യാം. റെഡിയാണ്? ആരെങ്കിലും വരുന്നുണ്ടോ ഗാനം ക്ലീനാക്കാൻ?